സുജി കുഴുമ്പിലാണ്. ഗോവൻ യാത്രകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പുതിയ ഗോവയിലെ യാത്ര എന്ന് പറയുന്നത് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്നും കുറച്ച് ദൂരെയുള്ള വാസ്കോ ഡി ഗാമ എന്ന ഗോവയിലെ തന്നെ ഒരു തീരദേശ പട്ടണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വാസ്കോ എന്ന് ഫുട്ബോൾ ടീമൊക്കെ ഉള്ള സ്ഥലം. അതാണ് വാസ്കോ. ചുരുക്കപ്പേരിൽ വാസ്കോ എന്നറിയപ്പെടും. വാസ്കോ ഡി ഗാമ എന്നാണ് ശരിയായ പേര്. അപ്പോൾ ആ പട്ടണത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. വഴിയോരത്തു നിന്ന് കിട്ടുന്ന കാഴ്ചകളും അതുപോലെ ഈ വാസ്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അതും നമുക്ക് പകർത്താം. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുകയും കൂടെ ചെയ്യണം. അത് ഈ ബസ്സിനാണ് നമ്മൾ വാസ്കോ ഡി ഗാമ എന്ന വാസ്കോയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പനാജി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ പതുക്കെ വാസ്കോ ഡി ഗാമ എന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ സുന്ദര ദൃശ്യങ്ങൾ, വഴിയോര കാഴ്ചകൾ ഒക്കെ കണ്ട് നമുക്ക് പതുക്കെ ഈ ബസ്സിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കടന്ന് റോഡിലേക്ക് എത്തിയപ്പോൾ ഇതാണ് കാഴ്ച. മേൽപ്പാലങ്ങളുടെ സുന്ദരമായ കാഴ്ച. വാഹനം നല്ല വേഗത്തിലാണ് വായുന്നത്. ഗോവയിലെ ബസ്സിൻ്റെയൊക്കെ ഒരു മുമ്പിലെ കാഴ്ച ഇതൊക്കെയാണ്. ആ കാഴ്ചകൾ കണ്ടങ്ങനെ ഇരിക്കെ സൈഡ് വശത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള കാഴ്ചയാണ്. മനോഹരമായ കണ്ടൽക്കാടുകൾ കാണാം. കേരളത്തിന് സമാനമായ പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയാണ് ഗോവയ്ക്ക്. പനാജി നഗരം കഴിഞ്ഞൊരു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ബസ് നിർത്തി ധാരാളം ആളുകൾ കയറുവാൻ. അങ്ങനെ തിക്കും തിരക്കും കേരളത്തിനേലൊക്കെ പോലെ തന്നെ കാര്യങ്ങൾ. അവിടവും കടന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പനാജിയിൽ നിന്ന് 30 കിലോമീറ്ററാണ് ഈ വാസ്കോ ഡി ഗാമ എന്ന നഗരത്തിലേക്കുള്ളത്. ഈ വാസ്കോ ഡി ഗാമ നഗരം മർഗോവ ജില്ലയിലുള്ള ഒരു പട്ടണമാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രദേശങ്ങൾ പെർണ എന്ന നഗരത്തിൻ്റെ അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു വ്യാവസായിക പട്ടണം കൂടിയാണ് ഗോവയിലെ. ഈ ഗോവയിലെ ഏതാണ്ട് വഴിയോര കാഴ്ചകൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലൂടെയൊക്കെ കടന്നു പോകുന്നത് പോലെയാണ്. അതുപോലുള്ള കാഴ്ചകളാണ് കൂടുതലും. അങ്ങനെ സംഭവ ബഹുലമായ വാസ്കോ ഡി ഗാമ നഗരത്തിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമ്മളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെയുള്ള കാഴ്ചകൾ ഇതാണ്. മനോഹരമായിട്ടുള്ള വനപ്രദേശങ്ങൾ ചില സമയങ്ങളിൽ കാണുവാൻ കഴിയും എന്നുള്ളതാണ് ഗോവ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതുപോലുള്ള വലിയ മേൽപ്പാലങ്ങൾ, ഇത് എക്സ്പ്രസ് വേയുടെ ഭാഗമാണ്, മുംബൈക്ക് പോകുന്ന ഭാഗമാണ്. പിന്നെ ഇങ്ങനെയുള്ള ചെറു ഗ്രാമങ്ങൾ, കേരളത്തിന് സമാനമായ ചെറിയ ഗ്രാമങ്ങൾ. അവിടെ കേരളത്തിലില്ലാത്ത ഒരു കാര്യം ഇതാ ബൈക്ക് ടാക്സിയാണ്. കേരളത്തിലെ ഓട്ടോയ്ക്ക് പകരം ഇവിടെ ബൈക്ക് ടാക്സി. വീണ്ടും യാത്ര അങ്ങനെ തുടരുകയാണ്. ഈ ബോംബെ എക്സ്പ്രസ് വേയുടെ അടിയിൽ കൂടിയാണ് കുറേ പ്രദേശങ്ങളിലൂടെ നമ്മൾ വാസ്കോ ഡി ഗാമ എന്ന നഗരത്തിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള കാഴ്ച. അടുത്തൊക്കെ കേരളത്തിലെ സമാനമായ വീടുകളും. ഇപ്പോൾ പുതിയൊരു പ്രദേശത്തേക്ക് വന്നിരിക്കുന്നു. മണ്ടോവി നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഗോവയിലെ ഏറ്റവും വലിയൊരു നദിയാണ് മണ്ടോവി നദി. ഇത് ഇങ്ങനെ ഗോവയിനെ ഏകദേശം നടുവെ മുറിച്ചുകൊണ്ടൊഴുകുന്ന ഒരു നദിയാണ്. അപ്പുറത്ത് കാണുന്ന പാലം മർഗോവയിൽ നിന്നും വാസ്കോ ഡി ഗാമയിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ പാലമാണ്. ട്രെയിൻ പാതയുടെ ഭാഗമായിട്ടുള്ള പാലമാണ്. ഈ യാത്രയിൽ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. സുന്ദരമായ കാഴ്ചയാണ്. മഡ്ഗോവയിൽ നിന്നും അതേപോലെ വാസ്കോയിലേക്ക് പോകുന്ന ആ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗമായിട്ടുള്ള പാലം. അതും കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. കേരളത്തിലെ സമാനമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇടയ്ക്ക് ചെറു പട്ടണങ്ങൾ. അങ്ങനെ നമ്മൾ ഇതെല്ലാം താണ്ടി
വാസ്കോഡിഗാമ എന്ന പറഞ്ഞു കേട്ടിട്ടുള്ള ആ മനോഹരമായ പട്ടണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാസ്കോഡിഗാമ എന്ന പട്ടണത്തിൻ്റെ ആദ്യ പാദങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. വാസ്കോഡിഗാമ പട്ടണത്തിൻ്റെ ചുറ്റുവട്ടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കുറച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 1543 ഈ വാസ്കോഡിഗാമ നഗരം സ്ഥാപിച്ചത്. 1961 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പോർച്ചുഗീസുകാരെ ഇവിടെ നിന്നും കെട്ടിക്കുന്നത് വരെ ഈ നഗരം പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് വാസ്കോഡിഗാമ പട്ടണത്തിലൂടെയാണ്. വാസ്കോഡിഗാമ പട്ടണത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ വാസ്കോഡിഗാമ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ്. ഇതാണ് വാസ്കോഡിഗാമ ബസ് സ്റ്റാൻഡ്, ഒരു ചെറിയ ബസ് സ്റ്റാൻഡ്. ഞാനവിടെ ഇപ്പോൾ ഇറങ്ങുകയാണ്. വാസ്കോഡിഗാമയിലെ ബസ് സ്റ്റാൻഡാണിത്, ചെറിയ ഒരു ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് പ്രധാനമായും മാർഗോവയ്ക്കും അതുപോലെ പോണ്ട എന്ന പ്രദേശത്തേക്കുമൊക്കെയാണ് കൂടുതൽ ബസ്സുകൾ. ഇതൊരു അഗ്രഭാഗത്തുള്ള നഗരമായതുകൊണ്ട് തന്നെ അധികം ബസ് സർവീസ് ഒന്നും തന്നെ ഇവിടെ നിന്ന് ഇല്ല. ഞാൻ പുറത്തേക്ക് വന്നു ബസ് സ്റ്റാൻഡിൻ്റെ. അപ്പോൾ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് അല്പം വാസ്കോഡിഗാമ നഗരത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണർ പദവി വഹിക്കുന്ന പോർച്ചുഗീസ് പരിവേഷകനും നാവിഗേറ്ററുമായ മലയാളികൾക്ക് ഏറെ പരിചിതനായ വാസ്കോഡിഗാമയുടെ പേരിലാണ് ഈ നഗരം. അവിടെ നിന്ന് ഞാൻ ഒരു സുന്ദരമായ ചായ കഴിച്ചു. വാസ്കോയിലെ ചായയ്ക്ക് നല്ല രുചിയാണ്. ഇവിടുത്തെ ചായയിൽ ഇഞ്ചിനീര് ചേർത്തിട്ടുള്ളൂ എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ വാസ്കോ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് വീണ്ടും നടക്കുകയാണ്. 1524 വാസ്കോഡിഗാമ ഗോവയിൽ വന്നെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചാണ് വാസ്കോഡിഗാമയിലെ. അപ്പോൾ ഇത് വേറൊരു തെരുവ്. വാസ്കോഡിഗാമ 3 മാസം മാത്രമാണ് ഈ ഗോവയിൽ താമസിച്ചത്. പിന്നീട് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ വാസ്കോഡിഗാമ നഗരം സംഭോജി നഗർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ പ്രസിദ്ധനായ ശിവജിയുടെ മകനായിരുന്നു സംഭോജി. ആ സംഭോജി ഈ പ്രദേശം കുറച്ചുനാൾ ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാസ്കോ ഗോവയ്ക്ക് സംഭോജി എന്ന പേരുമുണ്ട്. ഇതാ ഇവിടെ പഴയ ഒരു കുരിശുപള്ളിയുടെ കാഴ്ചകൾ. അതും പിന്നിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ കടൽ തീരത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഞാൻ കടൽ തീരത്ത് ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു. വാസ്കോഡിഗാമയുടെ കടൽ തീരം. ഇനി എപ്പോഴെങ്കിലും ഇവിടെ വരുമോ എന്ന് അറിയില്ല. കൊച്ചിയിലെ പോലെ വാസ്കോഡിഗാമയിലും ഇന്ത്യക്ക് ഒരു കപ്പൽ നിർമ്മാണ ശാലയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ കപ്പൽ നിർമ്മാണ ശാല അങ്ങ് വളരെ അകലെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മത്സ്യബന്ധനം ഒക്കെ നടത്തുന്ന ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ ഭാഗമായ കടൽ തീരമാണ്. മത്സ്യബന്ധന യാനങ്ങളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെയുമായി നങ്കൂരമിട്ട് കിടക്കുന്ന കാണാം. വളരെ ശാന്തമായ പ്രകൃതമാണ് എപ്പോഴും ഗോവയിലെ കടൽ തീരങ്ങൾക്ക്. അധികം തിരകളൊന്നും ആഞ്ഞടിക്കാത്ത പ്രദേശങ്ങൾ. മത്സ്യബന്ധന യാനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ചയും പിന്നിട്ട് ഞാൻ വീണ്ടും നടക്കുകയാണ്. നടക്കുമ്പോൾ വീണ്ടും ഇതുപോലുള്ള ചെറിയ തെരുവുകൾ, സാധാരണ മനുഷ്യർ താമസിക്കുന്ന തെരുവുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ പള്ളി എൻ്റെ കാഴ്ച, ആൻഡ്രൂസ് ചർച്ച്. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ പറഞ്ഞു. പോർച്ചുഗീസ് കാലഘട്ടത്തിലെ മനോഹരമായ ഒരു പള്ളി അങ്കണമാണ്. ആ പള്ളി അങ്കണത്തിൽ തന്നെ നിരവധി മറ്റ് കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. നല്ല ഗോതിക് ശൈലിയിൽ പണിത മനോഹരമായ ഒരു പള്ളി. ആ കാഴ്ചകൾ ഞാൻ കുറച്ചു നേരം പകർത്തിയതിന് ശേഷം വീണ്ടും ഗോവയുടെ തെരുവുകളിലൂടെ നടക്കുകയാണ്. വാസ്കോ നഗരം ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ ഒരു പട്ടണമാണ്. വാസ്കോ ക്ലബ്ബ്, സാൽഗോ ക്ലബ്ബ്, FC ഗോവ എന്നീ ഫുട്ബോൾ ക്ലബ്ബുകൾ ഇവിടെയാണ്. ഇവരുടെ ഹോം ഗ്രൗണ്ടായ നമ്മളൊക്കെ കേട്ടിട്ടുള്ള പട്ടോണ്ട സ്റ്റേഡിയം ഇവിടെ അടുത്താണ്.
വാസ്കോഡിഗാമ ഏതൊരു സഞ്ചാരിയും സന്ദർശിക്കേണ്ട ഗോവയിലെ ഒരു പട്ടണമാണ്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഈ നഗരം ഓരോ സഞ്ചാരിയും സന്ദർശിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പനാജിയിൽ നിന്നും ധാരാളം ബസ്സുകൾ ഇങ്ങോട്ടുണ്ട്. അതുപോലെ തന്നെ മാർഗോവയിൽ നിന്ന് ധാരാളം ബസ്സുകളും അതുപോലെ തന്നെ ട്രെയിൻ സർവീസും ഈ വാസ്കോ നഗരത്തിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ മനോഹരമായ ചരിത്ര പ്രാധാന്യമുള്ള വാസ്കോഡിഗാമ എന്ന നഗരം തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഗോവയിൽ വരുമ്പോൾ സന്ദർശിക്കണം. അപ്പോൾ ഗോവൻ തലസ്ഥാനമായ പനാജിയിൽ നിന്നും വാസ്കോഡിഗാമ എന്ന പട്ടണത്തിലേക്ക് നടത്തിയ യാത്രയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ വാസ്കോഡിഗാമയിലെ കുറച്ച് വിശേഷങ്ങളും ഞാൻ ക്യാമറയിൽ പകർത്തി. വാസ്കോഡിഗാമ എന്ന് പറഞ്ഞാൽ വലിയൊരു നഗരമൊന്നുമല്ല, ഒരു തുറമുഖ പട്ടണമാണ്, ചെറിയ പട്ടണമാണ്. കുറേ പോർച്ചുഗീസ് കാലത്തെ കുറേ ചരിത്ര കാര്യങ്ങൾ ഇവിടെയുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.